ശരി, രാവിലെ തന്നെ എന്തോന്ന് ബഹളം ഇത്? കൊച്ചിനെ നോക്ക്, അതിൻ്റെതായ പാടുണ്ട്. ഇന്നൊരു ദിവസം ഒന്ന് എടുത്ത് വെച്ച് നോക്കി നോക്ക്. ഓ, അത്ര വലിയ പാടൊന്നുമില്ല, ഞാൻ നോക്കി തരാം ഒരു ദിവസം. എന്നാ നോക്ക്. അങ്ങനെ വെല്ലുവിളിയെല്ലാം കഴിഞ്ഞ് കൊച്ചിന് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. ആരോട് വേണോ വെല്ലുവിളിക്കാം, പക്ഷേ ഈ ഒരു കാര്യത്തിൽ അമ്മമാരോട് വെല്ലുവിളിക്കാൻ പാടില്ല. പണി പാളി എന്ന് മനസ്സിലാക്കിയ ഞാൻ അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് നൈസായിട്ട് മുങ്ങിയ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് നേരെ പോയത് കുളത്തിലേക്ക് മീൻ പിടിക്കാൻ. എന്നെ കണ്ടതും മീനുകൾക്കെല്ലാം സന്തോഷമായി. കാരണം ആഹാരം കൊടുക്കാൻ ആളെത്തിയല്ലോ. മീനുകൾക്ക് ആവശ്യമായ ആഹാരം ഞാൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരൻ അതാ മീനുകളെല്ലാം പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിലർക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ യാത്ര പോകണം, അല്ലെങ്കിൽ മീൻ പിടിക്കണം, അങ്ങനെയൊക്കെയാണ്. അതുപോലെ നിങ്ങളുടെ ഹോബി എന്താണെന്ന് കമന്റ് ചെയ്യണേ. മീൻ കണ്ടപ്പോഴേ അമ്മ കട്ടായം പറഞ്ഞു, ഇന്ന് എന്തായാലും ഞാൻ റെഡിയാക്കി തരില്ല, നാളെ ആണെങ്കിൽ റെഡിയാക്കി തരാം. ഇനി ഇത് റെഡിയാക്കില്ല, അമ്മയും റെഡിയാക്കി തരില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇന്ന് റെഡിയാക്കിയാൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു മീനിനെ മാത്രം തിരഞ്ഞെടുത്ത് മീന് ചുട്ട് കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. സ്കൂളിൽ പഠിക്കുമ്പോൾ പണ്ട് കട്ടടിച്ചു പോയി ആറ്റിൽ പോയി മീൻ പിടിച്ച് അതിന്റെ കരയിൽ തന്നെ ചുട്ടു തിന്ന കാര്യമൊക്കെ ഞാനന്ന് ഓർത്തുപോയി. മീനൊക്കെ ക്ലീൻ ആക്കിയ സ്ഥിതിക്ക് ഇനി നേരെ പോയി വാഴയില വെട്ടണം. മീൻ ചുടാൻ തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ തീ കൂട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഷിനി അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് തന്നെ വലിയ ഭാഗ്യം. എന്തായാലും വാഴയിലയെല്ലാം കഴുകിയെടുത്തു. അതിനുശേഷം മീനിൽ വരയിട്ട് ഉപ്പ് മാത്രമാണ് ഇതിൽ ഞാൻ ഉപയോഗിച്ചത്. കൂടുതൽ മീൻ ഞാൻ ഇതിൽ ചുടാനെടുക്കാത്തതിന്റെ കാരണം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. കാരണം ഇത് കുളമായാലും ഒരെണ്ണമല്ലേ പോകത്തുള്ളൂ. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടെങ്കിലും ടച്ച് വിട്ടു പോയിട്ടില്ലായിരുന്നു. ഇനിയാണ് ഇതിന്റെ മെയിൻ പരിപാടി. തീ കൂട്ടാനുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു. അത് വൃത്തിയാക്കി ഇനി അവിടെ തീ കൂട്ടുക എന്ന ലക്ഷ്യം മാത്രം. തീ മാത്രമേ കൂട്ടിത്തരൂ എന്ന് ഷിനി പറഞ്ഞതുകൊണ്ട് പാവം അവൾ തീ കൂട്ടാൻ മാത്രമേ വന്നുള്ളൂ. ഇനി കഴിക്കാൻ വരുമോ എന്ന് ലാസ്റ്റ് കണ്ടറിയാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ്, പണ്ട് ചെയ്ത ഒരു ഓർമ്മയിൽ ചെയ്യുന്നത് എന്ന് മാത്രം. ഇടയ്ക്ക് അമ്മ അകത്ത് നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, കാട് കത്തിയാൽ ഫയർഫോഴ്സിനെ വിളിക്കാമെന്ന്. ശുദ്ധഹാസ്യം മരിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലോർത്തു. കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അത് വിജയം കണ്ടു. കത്തി ഗൈസ്, കത്തി. വാഴയിലയിൽ പൊതിഞ്ഞ മീനിനെ പതിയെ അതിന്റെ മുകളിലേക്ക് വെച്ചു. ഇനി ഒരു സൈഡ് സെറ്റാവുന്നത് വരെ അങ്ങനെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് തിരിച്ചിടാം. ഒരു സൈഡ് ഏകദേശം റെഡിയായിരിക്കുന്നു. ചെറിയ മണമൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് അതിനെ തിരിച്ച് ഇടാം. ഇത് റെഡിയാകുമോ ഇല്ലയോ എന്ന് ഒരു പിടുത്തമില്ല. എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഏകദേശം അത് റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് അൺബോക്സിംഗിലേക്ക് കടക്കാം. അതെ, വാഴയിലയിൽ പൊതിഞ്ഞ് ചുട്ടമീനിന്റെ അൺബോക്സിംഗ്. ഇതൊരു 1.5 അൺബോക്സിംഗ് വീഡിയോ ആയിരിക്കും. പണ്ടും ചുട്ടമീനിനെ വാഴയിലാണ് കഴിച്ചിരുന്നത്, അതുകൊണ്ട് വാഴയില തന്നെ തിരഞ്ഞെടുത്തു. എന്തായാലും ഇതിനെ അൺബോക്സിംഗ് ചെയ്യുമ്പോൾ ചുട്ടതാണോ കരിഞ്ഞതാണോ എന്ന് അറിയാൻ കഴിയും. ചുട്ട മീന് അൺബോക്സിംഗ് ചെയ്യുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. ആ വാഴയില തുറന്നപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് അതിഭീകരമായിരുന്നു. അടിപൊളി, നല്ലൊരു സ്മെല്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഷിനിയോട് ഞാൻ ട്രൈ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഷിനി അപ്പുറത്തെ കണ്ടം വഴി ഓടി. പാവം, അവൾക്കിതൊന്നും ശീലമില്ലല്ലോ. എന്തായാലും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ മറ്റൊരു വീഡിയോയും മറ്റൊരു വിശേഷമായി പിന്നെ കാണാം. ഓക്കെ, ബൈ.